നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ സംബന്ധിച്ച് വിശദീകരണവുമായി ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തെ നിലവിലെ 18 കോടി മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കുമുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കുമെന്നും പൗരത്വം തെളിയിക്കാൻ ഒരു തരത്തിലുള്ള രേഖയും ഹാജരാക്കേണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. സുപ്രീം കോടതി ഉത്തരവിട്ടത് പ്രകാരം ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളെല്ലാം SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. വൈകിട്ട് 5:30യോടെയാണ് കമ്മീഷന് SBI വിവരങ്ങൾ നൽകിയത്. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സുപ്രീം കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകിയ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തും. പ്രീണന രാഷ്ട്രീയത്തിനായി കോൺഗ്രസ് CAA എപ്പോഴും എതിർത്തുവെന്നും BJP സർക്കാർ പാകിസ്ഥാനിൽ നിന്നുമെത്തിയ അഭയാർത്ഥികളെ അർഹിക്കുന്ന പരിഗണന നൽകി ശാക്തീകരിച്ചുവെന്നും അമിത്ഷാ. സ്വന്തം ധർമ്മം രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തേക്ക് അഭയാർത്ഥികളായെത്തിയവർ ലക്ഷക്കണക്കിനുണ്ട്. അവരെ പൗരത്വം നൽകി മോദി സർക്കാർ ആദരിക്കുമെന്നും മോദി സർക്കാർ നൽകിയ വാഗ്ദാനം പാലിച്ചുവെന്നും അമിത്ഷാ പറഞ്ഞു. CAA ഭേദഗതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ അതേ സർക്കാരാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയ ധ്രുവീകരണമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സംഘപരിവാർ ശ്രമം അനുവദിക്കില്ലെന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഭരണഘടനാ ആശയത്തെ നിലനിർത്താൻ ഏതറ്റം വരെയും കോൺഗ്രസും UDFും പോരാടുമെന്നും VD സതീശൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ CPMന് ശക്തമായ നിലപാടുണ്ടെന്നും നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമാന ചിന്താഗതിയുള്ളവരെ കൂടെ കൂട്ടി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അന്നും ഇന്നും CPMൻ്റെ നിലപാടെന്നും ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പൗരത്വ നിയമം നടപ്പാക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കത്തെ അപലപിക്കുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. തിങ്കളാഴ്ച വൈദ്യുതിയുടെ മൊത്തം ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നുവെന്ന് KSEB. ഇത് സർവകാല റെക്കോർഡാണ്. ഇങ്ങനെ പോയാൽ സംസ്ഥാനം വൈദ്യുത ക്ഷാമത്തിലേക്ക് പോകുന്നതിനും വൈദ്യുതി കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലേക്ക് എത്തിക്കപ്പെടുന്നതിനുമെല്ലാം കാരണമാകാമെന്നും അതിനാൽ തന്നെ വൈദ്യുതി ഉപയോഗം നിയന്ത്രണ വിധേയമാക്കണമെന്നും KSEB ആവശ്യപ്പെട്ടു. സിനിമ റിലീസ് ചെയ്ത ആദ്യ 48 മണിക്കൂറിൽ റിവ്യൂ വേണ്ടെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. റിവ്യൂ ബോംബിംഗ് തടയുന്നതിന് സിനിമയുടെ ഉള്ളടക്കം വെളിവാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, വ്യക്തിഗത ആക്രമണങ്ങളും മോശം പരാമർശങ്ങളും നടത്താതിരിക്കുക തുടങ്ങിയ 10ഓളം നിർദ്ദേശങ്ങളും അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ശ്യാം പത്മൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. വിവാദമുണ്ടാക്കി ക്ലിക്ക് ബൈറ്റ് വർദ്ധിപ്പിക്കാനായിരിക്കരുത് റിവ്യൂ എന്നും അമിക്കസ് ക്യൂറി പറയുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇംഗ്ലീഷിൽ പറയുന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലയാളത്തിൽ പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കേരള വിരുദ്ധനെന്നും മന്ത്രി P രാജീവ്. കേരളത്തിന് സാമ്പത്തിക പാക്കേജ് നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവ് ആശ്വാസകരമെന്നും മന്ത്രി പറഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 150 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ മാസം 100 കോടി രൂപ നൽകിയിരുന്നു. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 2695 കോടി രൂപ പദ്ധതിക്കായി നൽകിയെന്നും ഇതിൽ കേന്ദ്ര സർക്കാർ വിഹിതം 151 കോടി രൂപ മാത്രമാണെന്നും ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ദുർബലരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആശുപത്രി ചികിത്സയാണ് കാരുണ്യ പദ്ധതിയിൽ ഉറപ്പാക്കുന്നത്. തൊണ്ടിമുതൽ കേസിൽ സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് സുപ്രീം കോടതി. മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ കേസിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകാത്തത് ഗൗരവതരമെന്ന് ജസ്റ്റിസുമാരായ CT രവികുമാർ, രാജേഷ് ബിൽഡാൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. സത്യവാങ്മൂലം നൽകാൻ കേരളത്തിന് കോടതി കർശന നിർദ്ദേശം നൽകി. KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നു. ഇതിൻ്റെ സാങ്കേതികത പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ KSRTC ചെയർമാൻ
ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. മിതമായ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. മൂട്ടിൽ മരംമുറി കേസിൽ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡിസംബർ 4 പ്രത്യേക അന്വേഷണ തലവൻ VV ബെന്നി കേസിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി കോടതി ഇന്ന് കേസ് പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചത്. കൊച്ചി വാട്ടർ മെട്രോ കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നു. മുളവുകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനല്ലൂർ എന്നീ 4 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നാളെ വൈകിട്ട് 5:30 ഏലൂർ വാട്ടർ മെട്രോ ടെർമിനൽ വെച്ചാണ് ചടങ്ങുകൾ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. മാസം 1000 രൂപ വീതമടച്ച് RO, UV, UF, ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. നറുക്കു വന്നാൽ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക. 9447 15 1447. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം.